ജ്ഞാനായ യാക്കോബായ മെത്രോപൊലീത്തയെ സസ്പെൻഡ് ചെയ്തു. ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. അന്ത്യോക്യ പത്രിയാർക്കീസിന്റേതാണ് നടപടി. ഇദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പ് പദവി നേരത്തെ പത്രിയാർക്കീസ് എടുത്തു കളഞ്ഞിരുന്നു. ഇന്നലെ മാർ സേവേറിയോസിൽ നിന്ന് വിശദീകരണം സഭാ നേതൃത്വം തേടിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജ്ഞാനായ യാക്കോബായ സഭയുടെ മെത്രോപൊലീത്ത ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസിനെയാണ് പത്രിയാർക്കീസ് ബാബ സസ്പെൻഡ് ചെയ്തത്. ഏറെക്കാലമായി സഭയ്ക്കുള്ളിൽ നിലനിന്നിരുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പത്രിയാർക്കീസിൻ്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ ജ്ഞാനായ യാക്കോബായ സഭ മെത്രോപൊലീത്തയ്ക്കാണ് സഭയുടെ പരമാധ്യക്ഷൻ എന്ന ചുമതലയുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ 3 സഹായമെത്രാന്മാർ കൂടിയുണ്ട്. ഈ സഹായമെത്രാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായമെത്രാന്മാർക്ക് കൂടുതൽ അധികാരം നൽകണമെന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് അധികാരം നൽകേണ്ടത് അസോസിയേഷനാണ്. എന്നാൽ അസോസിയേഷൻ അത്തരമൊരു അധികാരം ഈ സഹായമെത്രാന്മാർക്ക് നൽകിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്കുള്ളിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഭാഗമായി പത്രിയാർക്കീസ് ബാബയെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മെത്രോപൊലീത്തയെ അനുകൂലിക്കുന്ന ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിയാർക്കീസ് ബാബയുടെ നടപടി, അതായത് മെത്രോപൊലീത്തയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വന്ന ഉടൻ തന്നെ ഇവരുടെ സഭാ ആസ്ഥാനം കോട്ടയം ചിങ്ങവനത്താണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ചിങ്ങവനത്തുള്ള സഭാ ആസ്ഥാനത്തിന് മുന്നിലാണ്. നിരവധി വിശ്വാസികൾ ഈ വിവരം അറിഞ്ഞു, അതായത് മെത്രോപൊലീത്തയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പത്രിയാർക്കീസ് ബാബയുടെ നടപടി വന്നതിന് പിന്നാലെ നിരവധി വിശ്വാസികൾ ഇവിടേക്ക് വരികയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അവർ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അസോസിയേഷൻ്റെ അടിയന്തര ഒരു കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പത്രിയാർക്കീസ് ബാബയുടെ നടപടി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മെത്രോപൊലീത്തയെ സസ്പെൻഡ് ചെയ്ത നടപടി വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ മെത്രോപൊലീത്തയെ അനുകൂലിക്കുന്ന ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അവരുടെ അസോസിയേഷൻ്റെ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തുകൊണ്ട് പത്രിയാർക്കീസ് ബാബയെ കാര്യങ്ങൾ വിശദമായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം, അദ്ദേഹത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം തുടർ നടപടി എന്ത് എന്ന കാര്യത്തിൽ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സഭാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിന്നിരുന്ന ഭരണഘടനാപരമായ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഈ സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പത്രിയാർക്കീസ് ബാബയുടെ നടപടി ഉണ്ടായിട്ടുള്ളത്. ആ നടപടി ചില ആളുകൾ പത്രിയാർക്കീസ് ബാബയെ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ പത്രിയാർക്കീസ് ബാബയെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാനുമാണ് ഈ അസോസിയേഷൻ്റെ തീരുമാനം. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.